എല്ലാവർക്കും പരിസര പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള ജന്തുലോകത്തേക്കാണ് എടുക്കാൻ പോകുന്നത്. എന്താണ് ജന്തുലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ജീവജാലങ്ങളുണ്ടല്ലേ, പക്ഷി മൃഗാദികളും പിന്നെ അതുപോലെ ചെറിയ ഇഴജന്തുക്കളൊക്കെ ആയിട്ട് ഒരുപാട് ജീവികൾ ഉണ്ട് നമ്മുടെ ഭൂമിയിലല്ലേ, നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. ഇവരൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ലോകമാണല്ലേ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ ജീവികളുണ്ട്, അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഈ അധ്യായത്തിലൂടെ പഠിക്കും. ഓക്കെ, നോക്കൂ, ഫസ്റ്റ് പേജിൽ എന്താണ്, ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ചിത്രം ഉണ്ടല്ലേ, ഒരുപാട് ജീവികളുണ്ടല്ലേ, ജന്തുക്കളുണ്ടല്ലേ. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഏതൊക്കെ തരം ജീവികളുണ്ട് അതിലെന്നുള്ളത്? നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് താഴെ തന്നിട്ടുള്ളത്, ആഹാ, ഇന്ന് എല്ലാവരും വളരെ നേരത്തെ എത്തിയല്ലോ. കൂട്ടുകാരെ കണ്ട് മിത്ര വീടിന് പുറത്തിറങ്ങി. ഇവിടെ ഉള്ളത് ആരാണ്? മിത്രയാണല്ലേ. മിത്രയുടെ വീട്ടുപരിസരം കണ്ടല്ലോ. ഏതെല്ലാം ജീവികളാണ് ചിത്രത്തിലുള്ളത്? ഇവയിൽ മിത്ര വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാവും? ഏതൊക്കെ ജീവികളാണ് മനുഷ്യർ ഇണക്കി വളർത്തുന്നത്? ഇവിടെ എന്തൊക്കെയാണ്? മിത്രയുടെ വീട്ടുപരിസരമാണല്ലേ നമ്മൾ കാണുന്നത്. അവിടെ ഒരുപാട് ജീവികളുണ്ടല്ലേ. ഇതിലേ ഏതൊക്കെ ജീവികളാവും കാണുന്നത്? ഏതൊക്കെയാണ്? കോഴിയുണ്ട് അല്ലേ, പൂച്ചയുണ്ട്, പശുവുണ്ട്, പിന്നെയോ പൂമ്പാറ്റയുണ്ട് അല്ലേ, ആടുണ്ട് അല്ലേ, പിന്നെന്താണ്, നായയുണ്ട്, കാക്കയുണ്ട്, അണ്ണാന്, മരംകൊത്തി, തത്ത അല്ലേ, ഇവയൊക്കെ ഉണ്ട് അല്ലേ. ഇനി എന്താണ് ഇതിൽ ചോദിക്കുന്നത്? ഇവയിൽ മിത്ര വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാവും? കോഴി, അതുപോലെ പൂച്ച, നായ, പശു, ആട് അല്ലേ, തത്ത, ഇതൊക്കെ എന്താവും? മിത്ര വളർത്തുന്നതായിരിക്കും അല്ലേ. ഇനി അതുപോലെ ഏതൊക്കെ ജീവികളെയാണ് മനുഷ്യർ ഇണക്കി വളർത്തുന്നത്? ഏതൊക്കെ ജീവികളെയാണ് ഇണക്കി വളർത്തുന്നത്? നായ, അതുപോലെ പൂച്ച, തത്ത, താറാവ്, കോഴി, പശു, ആട്, പിന്നെയോ ലവ് ബേർഡ്സ്, ഇതൊക്കെ എന്താണ്? മനുഷ്യരെ ഇണക്കി വളർത്തുന്ന ജീവികളാണല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? എന്തിനൊക്കെ വേണ്ടിയാണ് നാം ജീവികളെ വളർത്തുന്നത്? നമ്മൾ ജീവികളെയൊക്കെ വളർത്തുന്നതിന് ഓരോ കാരണങ്ങളുണ്ടാവും അല്ലേ. അതെന്തൊക്കെയാണ്? ആഹാരത്തിന് വേണ്ടി അല്ലേ, നമ്മൾ കോഴിയുടെ മുട്ട നമ്മൾ ആഹാരത്തിന് വേണ്ടി, പശുവിൻ്റെ പാൽ, ഇതൊക്കെ നമ്മൾ ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. സുരക്ഷയ്ക്ക് അല്ലേ, സുരക്ഷയ്ക്ക് നമ്മളെ എന്താണ്, നായയൊക്കെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി, വീടിന് കാവൽ നിൽക്കുന്നത് സുരക്ഷയാണല്ലേ, അതിന് നമ്മൾ നായയെ വളർത്തുന്നുണ്ട്. അതുപോലെ മറ്റെന്തൊക്കെ കാര്യത്തിനായിരിക്കും? വരുമാനത്തിനില്ലേ, ഈ പാലും അതുപോലെ വളം, പശുവിൻ്റെയൊക്കെ വളമൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും പൈസ കിട്ടൂലേ, വരുമാനം കിട്ടൂലേ. പിന്നെയോ വിനോദത്തിന് വേണ്ടി നമ്മുടെ ലവ് ബേർഡ്സ്, അതുപോലെ പൂച്ച, അതൊക്കെ വളർത്തുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, നമ്മൾ വീട്ടിലതൊക്കെ ഇങ്ങനെ വളരുന്നത് കാണുമ്പോൾ. അതുപോലെ വിനോദത്തിന് വേണ്ടിയിട്ടും. അപ്പോൾ നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ജീവികളെ വളർത്തുന്നത്? ആഹാരത്തിന്, സുരക്ഷയ്ക്ക്, വരുമാനത്തിന്, വിനോദത്തിന് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് വളർത്തു ജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കൂ. ഇവിടെ താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്, ജീവികളും അതുപോലെ അവ നമുക്ക് നൽകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതി കൊടുക്കാനാണ്. ഓക്കെ, ആടിനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രയോജനമുള്ളത്? പാലിന്, അതുപോലെ മാംസത്തിന്. കോഴി എന്തിനാണ്? മുട്ടയ്ക്ക്, അതുപോലെ മാംസത്തിന്. ഇനി പശു എന്തിനാണ്? പാലിന്, അതുപോലെ എന്തിനാണ്? വളത്തിന് അല്ലേ. ഇനി ലവ് ബേർഡ്സ് എന്തിനാണ്? നമ്മൾ വിനോദത്തിന്, അതുപോലെ വരുമാനത്തിനും വേണ്ടിയിട്ടാണ് ലവ് ബേർഡ്സിനെ വളർത്തുന്നത്. ഇനി നായ നമ്മൾ എന്തിനാണ് വളർത്തുന്നത്? സുരക്ഷയ്ക്ക് വേണ്ടി, അതുപോലെ വരുമാനത്തിന് വേണ്ടി. ഇനി താറാവ് എന്തിനാണ്? മുട്ടയ്ക്ക് വേണ്ടി, അതുപോലെ മാംസത്തിനു വേണ്ടി. ഓക്കെ, ഇനി എന്താണ് ഇവിടെ? വിവിധ ആവശ്യങ്ങൾക്കായി നാം ജീവികളെ വളർത്തുന്നു. ചില ജീവികളുടെ പാൽ, മുട്ട, മാംസം തുടങ്ങിയവ ആഹാരത്തിന് ഉപയോഗിക്കുന്നു. കൗതുകത്തിന് വേണ്ടി വളർത്തുന്ന ജീവികളുമുണ്ട് അല്ലേ. കൗതുകത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലവ് ബേർഡ്സിനെയൊക്കെ വളർത്തുന്നത് അല്ലേ. ഇനി അടുത്തത് എന്താണ്? എത്ര ജീവികൾ? ചിത്രത്തിലുള്ള ഏതെല്ലാം ജീവികളെ നിങ്ങൾക്കറിയാം? പേരുകൾ എഴുതൂ. ഇവിടെ താഴെ ഒരുപാട് ജീവികളെ തന്നിട്ടുണ്ട്, അതിൻ്റെ പേരുകൾ എഴുതി കൊടുക്കാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെ ജീവികളാണ്. നിങ്ങൾക്ക് ഇവയൊക്കെ അറിയോ? നിങ്ങൾ ഇവരെയൊക്കെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ചിത്രത്തിലുള്ളത് ആരാണ്? പല്ലിയാണല്ലേ. എല്ലാവരും പല്ലിയെ കണ്ടിട്ടുണ്ടാവൂലേ.
രണ്ടാമത്തേത് ഒച്ചാണ്. 3 ഉറുമ്പ്. 4 ഉപ്പൻ അഥവാ ചെമ്പോത്ത് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതാണ്. ഇനി അഞ്ചാമത്തത് എന്താണ്? പഴുതാരയാണ് അല്ലേ. 6 വവ്വാല്. 7 കീരി. 8 തേരട്ട അല്ലേ. ഇത്രയും ജീവികളാണല്ലേ. ഇതൊക്കെ നമ്മുടെ ചുറ്റും നമ്മുടെ മുറ്റത്തും പറമ്പിലൊക്കെ കാണപ്പെടുന്ന നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള ജീവികളാണല്ലേ. നോക്കൂ, ഇവ നമ്മുടെ വീട്ടിലും പരിസരത്തുമായി ജീവിക്കുന്നവയാണല്ലോ. ഇവയിൽ വളർത്തു ജീവികളുണ്ടോ? വീട്ടിലും പരിസരത്തുമുള്ള കൂടുതൽ ജീവികളെ കണ്ടെത്തി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. ഇവയിൽ എന്താണ് വീട്ടിൽ നമ്മൾ വളർത്തുന്നത് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ആരെയും നമ്മളങ്ങനെ വീട്ടിൽ വളർത്തുന്നില്ല അല്ലേ. വീട്ടിലും പരിസരത്തുമുള്ള കൂടുതൽ ജീവികളെ കണ്ടെത്തി നിങ്ങൾ എഴുതുക കേട്ടോ. നിങ്ങളെ ചുറ്റുപാടും നിങ്ങൾ ഏതൊക്കെ ജീവികളെ കാണുന്നത് എന്നുള്ളത് നിങ്ങൾ എഴുതുക. എത്ര ജീവികളെ കണ്ടെത്താൻ കഴിഞ്ഞോ നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ നിങ്ങൾ എത്ര എണ്ണം കണ്ടെത്തി അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് എത്ര എണ്ണം കിട്ടി എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഓക്കെ. ഇനി അടുത്തത് ഇത്തിരി കുഞ്ഞന്മാരും വമ്പന്മാരും. മിത്രയും കൂട്ടരും ജീവികളുടെ പേര് പറഞ്ഞു കളിക്കുകയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ ജീവികളെ കണ്ടെത്തുക? തമ്മിൽ മത്സരമായി. പുൽച്ചാടി, മിന്നാമിനുങ്ങ്, ഓന്ത്, വണ്ട്, പശു പറഞ്ഞ ജീവികളുടെ ചിത്രം വരയ്ക്കാനും അവർ മറന്നില്ല. മിത്ര വരച്ച ജീവികളുടെ ചിത്രങ്ങൾ കണ്ടല്ലോ, നമുക്കും ഇതുപോലെ കളിച്ചാലോ? മിത്ര പറഞ്ഞ ജീവികളുടെ പേരില്ലേ, അവര് അതിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട് അല്ലേ. ആന, അതുപോലെ എന്താണ് പശു, കുരങ്ങൻ, തവള, പൂച്ച, അണ്ണാൻ, ഇതൊക്കെ മുയൽ, ഇതൊക്കെ അവർ പറഞ്ഞൂലേ, അതിൻ്റെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങളും എന്ത് ചെയ്യണം, ഇതുപോലെ കളിച്ചിട്ട് ചിത്രങ്ങൾ വരയ്ക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. പേര് പറയാതെ ജീവികളുടെ ശബ്ദമോ ചലനമോ അവതരിപ്പിക്കൂ. കൂട്ടുകാർ ജീവിയെ തിരിച്ചറിയട്ടെ. അതായത് എങ്ങനെയാണ്, നിങ്ങളിപ്പോൾ ഒരു പൂച്ചയുടെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ അത് ഏതാ ജീവിയാന്ന് പറയണം. അങ്ങനെയാണ് കളിക്കേണ്ടത്. കണ്ടെത്തിയ ജീവികളുടെ പേരുകൾ പട്ടികപ്പെടുത്തി ചിത്രം വരച്ച് നിറവ് നൽകുക. അങ്ങനെ നിങ്ങൾ കണ്ടെത്തിയ ജീവികളുടെ പേര് അതുപോലെ ചിത്രം വരച്ച് നിറം നൽകുകയും വേണം. എന്നിട്ട് നിങ്ങളുടെ പട്ടികയിലെ ഏറ്റവും ചെറിയ ജീവി ഏതാണ്, ഏറ്റവും വലിയ ജീവി ഏതാണ്, പട്ടികയിലെ ജീവികളെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചെഴുതുക. ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന രീതിയിൽ ക്രമീകരിച്ചെഴുതൂ. ചുറ്റുപാടുമുള്ള ചെറു ജീവികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ചുറ്റുപാട് ഒരുപാട് ചെറിയ ജീവികളുണ്ടല്ലേ. അതുപോലെ ഇവിടെ താക്കണ ഈ ബോക്സിൽ അക്ഷരചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലോ. അക്ഷരചിത്രങ്ങൾ വരയ്ക്കാം. ഷാ വെച്ചിട്ട് പാമ്പിനെ വരച്ചിരിക്കുന്നു നോക്കൂ. താ വെച്ചിട്ടൊരു കിളിയെ വരച്ചിട്ടുണ്ട്. വാ വെച്ചിട്ട് ഒച്ചിനെ വരച്ചിട്ടുണ്ട്. ഇതുപോലെ കൂടുതൽ ചിത്രങ്ങൾ വരച്ചു നോക്കൂലേ. വാ വെച്ചിട്ട് കോഴിയൊക്കെ വരയ്ക്കാലേ, താറാവിനെയും ഒക്കെ വരയ്ക്കാലേ. നിങ്ങളതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന രൂപത്തിലൊന്ന് ചെയ്തു നോക്കൂ. നമ്മുടെ വിദ്യാലയ പരിസരമുണ്ടാവില്ലേ അനേകം ചെറുജീവികൾ. നമ്മുടെ വിദ്യാലയ പരിസരത്ത് അനേകം ചെറുജീവികളുണ്ടാവും. ഇവ ഏതെല്ലാം? ഇവയ്ക്കെല്ലാം ഒരേ വലിപ്പമാണോ? നമുക്ക് കൂട്ടമായി നിരീക്ഷിച്ചാലോ? നിരീക്ഷണത്തിന് ഹാൻഡ് ലെൻസ് കൂടി ഉപയോഗപ്പെടുത്തണേ. നമ്മുടെ സ്കൂൾ പരിസരത്തുണ്ടാവുന്ന ചെറിയ ജീവികളെ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നോക്കാം. എവിടെയെല്ലാം നിരീക്ഷിക്കാം? നമുക്ക് മണ്ണിൽ, ചെടികളിൽ, പിന്നെയോ പൊത്തുകളിൽ, അതുപോലെ പിന്നെയോ മരങ്ങളിൽ, അതുപോലെ പൂന്തോട്ടത്തിൽ. ഇവിടെയൊക്കെ എന്താണ് ഒരുപാട് ജീവികളെ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് കണ്ടെത്തിയ ചെറിയ ജീവികളുടെ പേരുകൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുക. അങ്ങനെ നിങ്ങൾ ഹാൻഡ് ലെൻസ് വെച്ച് കണ്ടെത്തിയ ജീവികളുടെ പേരുകൾ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി ചേർക്കുകയും വേണം. ഇനി നോക്കൂ, വിരൽ ചിത്രങ്ങൾ. മഷിയിൽ മുക്കിയ വിരലുകൾ കടലാസിൽ പതിപ്പിച്ച് വരച്ച ജീവികളുടെ ചിത്രങ്ങൾ നോക്കൂ. ഇതുപോലെ കൂടുതൽ ജീവികളുടെ ചിത്രങ്ങൾ വരയ്ക്കൂ. എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ വിരലെടുത്ത് മഷിയിൽ മുക്കിയിട്ട് പേപ്പറിൽ പതിപ്പിക്കുക. എന്നിട്ട് ഇതുപോലെ ഓരോ ജീവികളെ വരയ്ക്കാനാണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് സവിശേഷതകളിലെ വൈവിധ്യം. താഴെ നൽകിയിരിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതെല്ലാം ജീവികളുടേതെന്ന് കണ്ടെത്തി എഴുതുക. ഇവിടെ
കുറച്ച് 4 തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ ഏതൊക്കെ ജീവികളുടേതാണ്? ഈ കാലാരുടേതാണ്? ആനയുടേതാണ് അല്ലേ. ഇനി അടുത്തത് ഒരു തൂവലാണ് കാണുന്നത്. ഇത് ആരുടേതാണ്? നിങ്ങൾക്കൊക്കെ അറിയാം. ആരുടേതാണ്? മയിലിൻ്റെതാണ് അല്ലേ. ഇനി അടുത്തത് ഒരു ശരീരഭാഗമാണ് അല്ലേ, വെള്ളയും കറുപ്പും വരയുള്ള ജീവി ഏതാണ്? വരയൻ കുതിര. ഇനി അടുത്തത് കാലാണ് കാണിക്കുന്നത്. അത് ആരുടെ കാലാണ്? കോഴിയാണല്ലേ. കോഴിയുടെ കാലാണ് കാണുന്നത്. ഏതെല്ലാം വിധത്തിലാണ് ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നിറം, പുള്ളികൾ, ആകൃതി, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ഏതൊക്കെയാണ്? വരകൾ, കൊമ്പ്, നഖം, വലുപ്പം, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഓരോ ജീവികളെയും വ്യത്യാസപ്പെട്ടിരിക്കുന്നില്ലേ. ഓരോ ജീവികളും ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ വ്യത്യസ്തമാണ്. നിറം കണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളുണ്ടോ? ഉണ്ടല്ലേ. ആനയെ നമ്മൾ നിറം കണ്ടിട്ടാണ് തിരിച്ചറിയുന്നത് അല്ലേ. കൊമ്പ് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളുണ്ടോ? ആനയുടെ കൊമ്പ് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂലേ. പശുവിൻ്റെ കൊമ്പ് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും അല്ലേ. പുള്ളികൾ കണ്ടാലോ? പുള്ളികൾ കണ്ടാൽ ചില എന്താ പറയുക, ഗിനിക്കോഴിയുടെയൊക്കെ പുള്ളി കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ. ആകൃതിയിലും വലിപ്പത്തിലും നിറത്തിലും കൊമ്പ്, നഖം, പുള്ളികൾ, വരകൾ തുടങ്ങിയ സവിശേഷതകളിലും ഓരോ ജീവിയും വ്യത്യസ്തത പുലർത്തുന്നു. അപ്പോൾ അത് ഓരോ ജീവികൾക്കും അല്ലേ. ആനയെ പോലെ ആയിരിക്കില്ല വരയൻ കുതിര, വരയൻ കുതിരയെ പോലെ ആയിരിക്കില്ല ആടിനെ പോലെയല്ല കോഴിയും മയിലും. ഓരോ ജീവികളും എന്താണ് ഈ കാരണങ്ങൾ കൊണ്ട് ആകൃതിയും വലുപ്പം, നിറം, കൊമ്പ്, നഖം, പുള്ളികൾ, വരകൾ തുടങ്ങിയ സവിശേഷതകളാൽ വ്യത്യസ്തമാണ്. ഇനി എന്താണ് അടുത്തത്? കടലിലെ ജീവികൾ. പലതരം മീനുകൾ കടലിലുണ്ടെന്ന് അറിയാമല്ലോ. മീനുകളുടെ മാത്രമല്ല മറ്റനേകം ജീവികളുടെയും വാസസ്ഥലമാണ് കടൽ. മീനുകൾ മാത്രമല്ല അല്ലേ കടലിൽ മറ്റനേകം ജീവികളുണ്ട്. കരയിലുള്ളതിനേക്കാൾ കൂടുതൽ ജീവികൾ കടലിലുണ്ട്. ഏതെല്ലാം കടൽ ജീവികളെ നിങ്ങൾക്കറിയാം? കൂട്ടുകാരുമായി ചർച്ച ചെയ്തെഴുതൂ. ചില കടൽ ജീവികളുടെ ചിത്രങ്ങൾ നോക്കൂ. ഇവിടെ തന്നിട്ടുണ്ടല്ലേ കടൽ ജീവികൾ ആരൊക്കെ തന്നിട്ടുള്ളത്? കടൽ കുതിര, കടൽ മുള്ളൻ പന്നി, കടൽ വെള്ളരി, കടൽ പശു. 4 കടൽ ജീവികളുടെ പേര് തന്നിട്ടുണ്ട്. ഇനി വേറെ ഏതൊക്കെയോ നിങ്ങൾക്കറിയാം? ഞണ്ട്, സ്രാവ്, ആമ അല്ലേ, അതുപോലെ തിമിംഗലം. ഇതൊക്കെ എന്താണ്? നമ്മുടെ കടലിലെ ചെമ്മീൻ, ഇതൊക്കെ നമ്മുടെ കടലിൽ ഉള്ള മറ്റ് ജീവികളാണ്. ഇനി അടുത്തത് എന്താണ്? ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലം കടലിലാണ് ജീവിക്കുന്നത്. ഇത് മീൻ വർഗത്തിൽപ്പെട്ട ജീവിയല്ല. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവിയാണ് നീലത്തിമിംഗലം. നീലത്തിമിംഗലം എന്താണ്? അതൊരു മീൻ വർഗത്തിൽപ്പെട്ടതല്ല. പിന്നെയോ അത് എന്താണ്? കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവിയാണ്. പിന്നെ അതെന്താണ്? നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണ് എന്ത്? നീലത്തിമിംഗലം. പലവിധം അങ്ങനെ സഞ്ചാരം. ഏതെല്ലാം ജീവികളുടെ രൂപങ്ങളാണ് ചിത്രത്തിലുള്ളത്? അവിടെ 4 ജീവികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ ഏതെല്ലാം ജീവികളാണ്? കൊക്കുണ്ട്, പിന്നെ എന്താണ്, ഒരു പക്ഷിയുണ്ട് അല്ലേ, തവളയുണ്ട്, പാമ്പുണ്ട്, മീനുണ്ട്. കടലാസ് മടക്കി ഇവ നിർമ്മിക്കൂ. രൂപങ്ങൾ ചലിപ്പിച്ച് അവയുടെ സഞ്ചാരവും അവതരിപ്പിക്കൂ. എല്ലാ ജീവികളും ഒരേ വിധത്തിലാണോ സഞ്ചരിക്കുന്നത്? സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ ജീവികളെ പട്ടികപ്പെടുത്തുക. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ജീവികളുണ്ടല്ലേ. പറക്കാൻ കഴിയുന്നവ, പിന്നെ എന്താണ്, ചാടി നടക്കുന്നവ, പിന്നെയോ ഇഴയുന്നവ, അതുപോലെ നീന്തുന്നവ, പറക്കുന്നവ, നടക്കുന്നവ ഒക്കെ ഉണ്ട് അല്ലേ. നോക്കൂ, ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. നടക്കുന്നവ, അപ്പോൾ പാമ്പ് എങ്ങനെയാണ്? ഇഴയുന്നവയാണ് അല്ലേ. ഇനി പറക്കുന്നവ, അതുപോലെ മീൻ എങ്ങനെയാണ്? നീന്തുന്നവയാണ് അല്ലേ. മീനുകളൊക്കെ നീന്തുന്നവയാണ്. അതിൽ നമുക്ക് നടക്കുന്നവയിൽ ഏതൊക്കെ എഴുതാം? ആന അല്ലേ, ആന നടക്കുന്നതാണ്. പിന്നെയോ പൂച്ച, ആട്, പിന്നെയോ ജിറാഫ്, ഇതൊക്കെ എന്താണ്? നടക്കുന്നവയാണ് അല്ലേ. ഇനി ഇഴയുന്നവ ഏതൊക്കെയാണ്? ഇവിടെ തന്നിട്ടുള്ളത് പാമ്പ് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെയോ പുഴു, പിന്നെയോ ഒച്ച്, പിന്നെ പഴുതാര. പറക്കുന്നവ ഏതൊക്കെയാണ്? കാക്ക, തത്ത, പ്രാവ്, പൂമ്പാറ്റ, ഇതൊക്കെ എങ്ങനെയാണ്? പറക്കുന്നവയാണല്ലേ.
ഇനി മീൻ തന്നിട്ടുണ്ടല്ലോ, മീൻ എന്താണ്? നീന്തുന്നവയാണ് അല്ലേ. വേറെ ഏതൊക്കെ എഴുതാം നമുക്ക്? ആമ, പിന്നെയോ ചെമ്മീൻ, അതുപോലെ നീലത്തിമിംഗലം, ഡോൾഫിൻ, ഇതൊക്കെ എന്താണ്? നീന്തുന്നവയാണല്ലേ. ഇനി വേറെ മറ്റേതെങ്കിലും രീതിയിൽ സഞ്ചരിക്കുന്ന ജീവികളുണ്ടോ? ചാടി ചാടി നടക്കുന്ന ജീവികളുണ്ടല്ലേ. നിങ്ങൾക്കറിയോ ചാടി ചാടി നടക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? തവള അല്ലേ, തവള ചാടി ചാടിയാണ് നടക്കുന്നത്. അതുപോലെയോ പുൽച്ചാടി അല്ലേ, പുൽച്ചാടി ചാടി ചാടിയാണ് പോകുന്നത്. കങ്കാരു, ഇവയൊക്കെ എന്താണ്? ചാടി ചാടിയാണ് സഞ്ചരിക്കുന്നത്. തവള, പുൽച്ചാടി തുടങ്ങിയ ജീവികളുടെ സഞ്ചാര രീതി നിരീക്ഷിക്കൂ. എന്താണ്? ഇവരെങ്ങനെയാണ്? ചാടി ചാടിയാണല്ലേ പോകുന്നത്. ജീവികളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകളും സഞ്ചാര രീതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇനി നോക്കൂ, ഇവിടെ താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് പട്ടികയിൽ? ജീവി, ശരീരത്തിൻ്റെ സവിശേഷത, അതുപോലെ സഞ്ചാര രീതി. ഇവിടെ കുതിര തന്നിട്ടുണ്ട് അല്ലേ. കുതിര പിന്നിലേക്ക് മടക്കാവുന്ന മുൻകാലുകൾ, സഞ്ചാരരീതി, നടക്കുന്നു, ഓടുന്നു. ഇനി പാമ്പ്, പാമ്പിനെന്താണ്? കാലുകളില്ല അല്ലേ. എങ്ങനെയാണ് സഞ്ചാരരീതി? ഇഴയുന്നു. ഇനി അടുത്തത് പ്രാവാണല്ലേ. പ്രാവിൻ്റെ ശരീര സവിശേഷതകൾ എന്താണ്? കാലുകളുണ്ട്, അതുപോലെ ചിറകുകളുണ്ട് അല്ലേ. നടക്കാൻ കഴിയും, അതുപോലെ പറക്കാനും കഴിയും. ഇനി മീൻ എങ്ങനെയാണ്? അതിൻ്റെ ശരീരത്തിൻ്റെ രണ്ടറ്റവും എന്താണ്? കൂർത്ത ശരീരമാണ്. പിന്നെ അതുപോലെ രണ്ട് സൈഡിലും, രണ്ട് വശങ്ങളിലും, അതുപോലെ വാലിലും എന്തുണ്ട്? ചിറകുകളുണ്ട്. സഞ്ചാര രീതി എങ്ങനെയാണ്? നീന്തുന്നു. ഇനി താറാവിൻ്റെ സഞ്ചാര രീതി നിരീക്ഷിക്കൂ. താറാവ് എന്താണ്? നീന്തുന്നുണ്ട്, പറക്കുന്നുണ്ട്, അതുപോലെ എന്താണ്? നടക്കുന്നുണ്ട് അല്ലേ. ഇത്തരത്തിൽ ഒന്നിലധികം രീതികളിൽ സഞ്ചരിക്കുന്ന ജീവികൾ നമ്മൾ തയ്യാറാക്കിയ പട്ടികയിലുണ്ടോ? നമ്മൾ ഒന്നിലധികം രീതികളിൽ സഞ്ചരിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? ആമ, മുതല, അതുപോലെ ഞണ്ട്, ഇതൊക്കെ എന്താണ്? ഒന്നിലധികം സഞ്ചാര രീതിയുള്ളവയാണ്. കൂടുതൽ ജീവികളുടെ സഞ്ചാര രീതി കണ്ടെത്തി എഴുതൂ. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് പട്ടിക വിപുലീകരിക്കൂ. നമ്മൾ നേരത്തെ പ്രാവ്, മീൻ എന്നൊക്കെ എഴുതിയില്ലേ. ഇനി അതുപോലെ താറാവ് ആണല്ലേ. താറാവിന് എന്താണ്? ചിറകുകളുണ്ട്, അതുപോലെ കാലുകളുണ്ട്. നടക്കുന്നു, നീന്തുന്നു, അതുപോലെ പറക്കുന്നു അല്ലേ. ഓരോ ജീവിക്കും അതിൻ്റെ ശരീരത്തിൻ്റെയും വസിക്കുന്ന ചുറ്റുപാടിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ചുള്ള സഞ്ചാര രീതിയാണ് ഉള്ളത്. നെക്സ്റ്റ് എന്താണ്? ആഹാരവും പലവിധം. ഇവിടെ രണ്ട് ആൾക്കാർ തമ്മിൽ സംഭാഷണം നടക്കുന്നുണ്ട് അല്ലേ. തൊഴുകയ്യൻ പ്രാണിയും പൂമ്പാറ്റയും തമ്മിൽ എന്താ തൊഴുകയ്യൻ പറയുന്നത്? ഉറുമ്പുകളും ചെറു പ്രാണികളുമാണ് എൻ്റെ ഇഷ്ടഭക്ഷണം. അപ്പോൾ പൂമ്പാറ്റ എന്താ പറയുന്നത്? പൂക്കളിലെ മധുരമൂറുന്ന തേനാണ് എനിക്കിഷ്ടം. തൊഴുകയ്യൻ പ്രാണിയും പൂമ്പാറ്റയും പറയുന്നത് വായിച്ചല്ലോ. ഇതുപോലെ മറ്റു ജീവികളുടെ ആഹാരമേതെന്ന് കണ്ടെത്തി എഴുതൂ. ഇവിടെ താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ടല്ലേ. ജീവി, ആഹാരം. ഇനി ഇവിടെ പശു തന്നിട്ടുണ്ട്. പശുവിൻ്റെ ആഹാരം എന്താണ്? പുല്ല്, അതുപോലെ വൈക്കോല് അല്ലേ. ഇനി കാക്കയുടെ ഭക്ഷണം എന്താണ്? ധാന്യങ്ങൾ, അതുപോലെ പ്രാണികൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് കാക്ക കഴിക്കുന്നത് അല്ലേ. ഇനി എന്താണ്? ആന എന്താണ് കഴിക്കുന്നത്? എന്താണ്? പഴങ്ങൾ, അതുപോലെ എന്താണ്? ഇലകൾ അല്ലേ. ഇലകൾ, പഴങ്ങളൊക്കെയാണ്, വേരുകളൊക്കെയാണ് ആന കഴിക്കുന്നത്. ഇനി അണ്ണാൻ എന്താ കഴിക്കുന്നത്? വിത്തുകൾ, അതുപോലെ എന്താണ്? പഴങ്ങൾ, ഇതൊക്കെയാണ് അണ്ണാൻ കഴിക്കുന്നത്. ഇനി കോഴിയിലെ കോഴി എന്താ കഴിക്കുന്നത്? പഴങ്ങൾ, പ്രാണികൾ, പുഴുക്കൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ ഒക്കെയാണ് ആര് കഴിക്കുന്നത്? കോഴി കഴിക്കുന്നത്. ഇനി പരുന്ത് എന്താണ്? മീൻ, അതുപോലെ എന്താണ്? പാമ്പ്, കിളികൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പരുന്ത് കഴിക്കുന്നത്. ഇനി പൊന്മാൻ എന്താണ്? മീനുകൾ, അതുപോലെ തവള, ചെറിയ ചെറിയ പ്രാണികളൊക്കെയാണ് ആര്? പൊന്മാൻ കഴിക്കുന്നത്. ഇനി തവള എന്താണ്? ഈച്ച, ചെറിയ ശലഭങ്ങൾ, പ്രാണികൾ, പുഴുക്കൾ എന്നിവയൊക്കെയാണ് തവള കഴിക്കുന്നത്. ഇനി രണ്ടെണ്ണം നമുക്കിവിടെ എഴുതി കൊടുക്കണം അല്ലേ. ആരൊക്കെ എഴുതാം നമുക്ക്? ആട് എന്തൊക്കെ കഴിക്കും? പുല്ല്, അതുപോലെ പഴങ്ങൾ അല്ലേ. ഇനി തത്ത എന്തൊക്കെ കഴിക്കും? ധാന്യങ്ങൾ, അതുപോലെ പഴങ്ങൾ. ഇനി ഇവിടെ താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം.
ഇതിൽ ഏതൊക്കെ ജീവികളാണ് സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നത്? ആരൊക്കെയാണ്? പശു, ആന, അതുപോലെ ആട്, തത്ത ഇവയൊക്കെ എന്താണ് സസ്യഭാഗങ്ങൾ മാത്രമാണ് കഴിക്കുന്നത് അല്ലേ? മാംസം മാത്രം ഭക്ഷിക്കുന്ന ജീവികൾ ഏതാ? മാംസം മാത്രം കഴിക്കുന്നത് ആരൊക്കെയാണ്? പരുന്ത് അല്ലേ? പരുന്ത്, അതുപോലെ പിന്നെന്താണ് തവള ഒക്കെയാണ് മാംസാഹാരം കഴിക്കുന്നത് അല്ലേ? മാംസം മാത്രം. സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്ന ജീവികളുണ്ടോ? സസ്യാഹാരവും ആരൊക്കെയാണ്? പൊന്മാനുണ്ട്, അതുപോലെ എന്താണ് പിന്നെ ഏതൊക്കെയാണ് ഉള്ളത്? അണ്ണാന്, കോഴി, ഇതൊക്കെ എന്താണ്? കാക്ക, ഇതൊക്കെ എന്താണ്? രണ്ടും കഴിക്കുന്നവരാണല്ലേ? സസ്യാഹാരവും കഴിക്കും മാംസാഹാരവും കഴിക്കും അല്ലേ? ഇനി നോക്കൂ, സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നവയെ സസ്യാഹാരികൾ എന്നും മാംസം മാത്രം ആഹാരമാക്കുന്നവയെ മാംസാഹാരികൾ എന്നും വിളിക്കാം. സസ്യഭാഗങ്ങളും മാംസവും ആഹാരമാക്കുന്നവയാണ് മിശ്രാഹാരികൾ. താഴെ നൽകിയ ജീവികളുടെ ചിത്രത്തിനു സമീപത്തുള്ള വട്ടത്തിൽ സൂചനകൾക്കനുസരിച്ച് നിറം നൽകൂലേ. മാംസം മാത്രം കഴിക്കുന്നവയെ മാംസാഹാരികളെന്നും മിശ്രാഹാരികൾ എന്ന് പറഞ്ഞാൽ മാംസവും സസ്യങ്ങളും കഴിക്കുന്നവയാണ്, രണ്ടും കഴിക്കുന്നവരെയാണ് നമ്മൾ മിശ്രാഹാരികൾ എന്ന് വിളിക്കുന്നത്. സസ്യങ്ങൾ മാത്രം കഴിക്കുന്നവരെ സസ്യാഹാരികൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ മാംസാഹാരികൾക്ക് മഞ്ഞയും മിശ്രഹാരികൾക്ക് പച്ചയും സസ്യാഹാരികൾക്ക് ചുവപ്പുമാണ് നിറം നൽകേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ താഴെ തന്നിട്ടുള്ളതിൽ ആരാണ്? പശു എന്താണ്? അതിന് ചുവപ്പ് നിറം നൽകാൻ അല്ലേ? സസ്യാഹാരിയാണ്. മാനും അതുപോലെ സസ്യാഹാരിയാണ്. കോഴി എന്താണ്? ഒരു മിശ്രാഹാരിയാണ്. അപ്പോൾ ഗ്രീൻ കളർ അല്ലേ? പച്ച നിറം കൊടുക്കാം. കടുവ എന്താണ്? മാംസാഹാരിയാണ് അല്ലേ? തവള എന്താണ്? മാംസാഹാരിയാണ്. അപ്പോൾ യെല്ലോ കൊടുക്കാം. ഈച്ച എന്താണ്? ഒരു സസ്യാഹാരിയാണ്. അപ്പോൾ ചുവപ്പ് കൊടുക്കാം. പശു അല്ലേ? പോത്തുണ്ട് അല്ലേ? പോത്തിന് എന്താണ്? സസ്യാഹാരിയാണ്. അപ്പോൾ ചുവപ്പ് നിറം കൊടുക്കാം. പൂമ്പാറ്റയ്ക്കും ചുവപ്പ് നിറം കൊടുക്കാം. സസ്യാഹാരിയാണ് അല്ലേ? ഇനി എലി എന്താണ്? ഒരു മിശ്രാഹാരിയാണ് അല്ലേ? പഴങ്ങളൊക്കെ കഴിക്കും, ജന്തുക്കളെയൊക്കെ കഴിക്കും അല്ലേ? അതുപോലെ പല്ലി എന്താണ്? മാംസാഹാരിയാണ് കേട്ടോ. കൂടുതൽ ജീവികളുടെ പേരുകൾ ചേർത്ത് പട്ടിക പൂർത്തിയാക്കൂ. നമ്മൾ നേരത്തെ സസ്യാഹാരികളും മാംസാഹാരികളും മിശ്രാഹാരികളും പഠിച്ചില്ലേ? അതിൽ കൂടുതൽ ജീവികളെ പേര് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ഇനി സസ്യാഹാരികളിൽ അതൊക്കെയാണ്? പശു തന്നിട്ടുണ്ട് അല്ലേ? ഇനി ഇവിടെ എന്തൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം? ജിറാഫ്, ആന, സീബ്ര, മുയൽ, മാൻ അല്ലേ? സസ്യാഹാരികളാണ്. ഇനി മാംസാഹാരികൾ ഏതൊക്കെയാണ്? ഇവിടെ സിംഹം തന്നിട്ടുണ്ട്. വേറെ ഏതൊക്കെ എഴുതാം നമുക്ക്? കടുവ, കുറുക്കൻ, പരുന്ത്, ചീറ്റ, പുലി, ഇതൊക്കെ എന്താണ്? മാംസാഹാരികളാണല്ലേ. ഇനി മിശ്രാഹാരികൾ, രണ്ടും കഴിക്കുന്നത് അല്ലേ? ആരൊക്കെയാണ്? ഇവിടെ കാക്ക തന്നിട്ടുണ്ട്. ഇനിയോ? പന്നി, കരടി, കോഴി, താറാവ്, കാക്ക അല്ലേ? കാക്ക നമ്മൾ പഠിച്ചു അല്ലേ? അതുപോലെ മനുഷ്യരും എന്താണ്? രണ്ടും കഴിക്കുന്നവരാണല്ലേ. ജീവികളുടെ ആഹാര രീതിയും ശാരീരിക സവിശേഷതകളും തമ്മിൽ ബന്ധമുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എഴുതൂ. സസ്യാഹാരികൾക്ക് ആഹാരം കണ്ടെത്തുന്നതിനും അതുപോലെ ശേഖരിക്കുന്നതിനും അത് ഭക്ഷിക്കുന്നതിനുമായിട്ടുള്ള ശാരീരിക പ്രത്യേകതകളുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, പക്ഷികൾക്കാണെങ്കിൽ അതിൻ്റെ കൊക്കിലെ ധാന്യമണികളും പഴങ്ങളും ചെറിയ പഴങ്ങളൊക്കെ കൊത്തിയെടുക്കാൻ അതിൻ്റെ ചെറിയ കൊക്കുകൾ. പിന്നെ ഈ മൃഗങ്ങൾക്കാണെങ്കിൽ നീണ്ട കൈകളും കാലുകളും കഴുത്തൊക്കെ അല്ലേ? ജിറാഫിനും ആനയ്ക്കൊക്കെ തുമ്പിക്കൈയും അതുപോലെ ജിറാഫിൻ്റെ കഴുത്തിൻ്റെ നീളമൊക്കെ അല്ലേ? ഇലകളൊക്കെ കടിച്ച് തിന്നാൻ വേണ്ടിയിട്ട്. ഇനി അതുപോലെ മാംസാഹാരികളാണെങ്കിലോ, ഇപ്പോൾ അതുപോലെ കടുവ, സിംഹം അങ്ങനത്തെ അവരാണെങ്കിൽ എന്താണ്? അവർക്ക് ഇര പിടിച്ച് മറ്റുള്ള ജീവികളെ കൊന്നു കഴിക്കാൻ എന്താണ്? കൂർത്ത പല്ലുകളും അതുപോലെ നഖങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ? ചിത്രങ്ങൾ നോക്കൂ. ഏതൊക്കെ ശരീരഭാഗങ്ങളാണ് ഈ ജീവികൾക്ക് ഇരയെ പിടിക്കാനും ആഹാരമാക്കാനും സഹായിക്കുന്നത്? എങ്ങനെ? ഇവിടെ ആരൊക്കെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്? താറാവ്, പരുന്ത്, തവള, അതുപോലെ സിംഹം. ഇനി താറാവ് എങ്ങനെയാണ്? അതിൻ്റെ ഏത് ശരീരഭാഗം വെച്ചിട്ടാണ് ഇരയെ പിടിക്കുന്നത്, ആഹാരമാക്കുന്നതൊക്കെ? അതിൻ്റെ ചുണ്ട് അല്ലേ? അതിൻ്റെ പരന്ന ചുണ്ട് അല്ലേ? പിന്നെ അതുപോലെ അതിനെന്താണ്? അതിൻ്റെ കാലിലെ ഇങ്ങനെ തുഴങ്ങി നീന്തി പോകാനുള്ളൊരു കാലുകളുണ്ട് അതിന്. ഇനി അതുപോലെ പരുന്താണെങ്കിലോ, അതിന് കൂർത്ത നഖങ്ങളുള്ള കാലുകളുണ്ട്. പിന്നെ അതിന് ഉയരത്തിൽ പറക്കാൻ കഴിയൂലേ? നല്ല ശക്തിയുള്ള ചിറകുകളുണ്ട്.
പിന്നെ എന്താണ് നല്ല കൂർത്ത ചുണ്ടുണ്ട് അല്ലേ. ഇനി തവളയാണെങ്കിലോ അതിൻ്റെ നാവിന് പുറത്തേക്ക് നീട്ടിയിട്ടാണ് അതിൻ്റെ നാവിലൊരു പശ പോലെയുള്ളൊരിതുണ്ട്. അങ്ങനെയാണ് അത് നാവ് പുറത്തേക്ക് നീട്ടിയിട്ട് പ്രാണികളെയൊക്കെ പിടിക്കുന്നത്. ഇനി സിംഹമാണെങ്കിലോ അതിന് നല്ല ശക്തിയുള്ള ശരീരമുണ്ട്, പിന്നെയോ അതിന് കൂർത്ത പല്ലുകളുണ്ട്, പിന്നെയോ നഖങ്ങളുണ്ട്. ഇനി നോക്കൂ, മാംസാഹാരികൾ കൂർത്ത നഖങ്ങൾ ഇരയെ കീഴ്പ്പെടുത്താൻ പ്രയോജനപ്പെടുത്തുന്നു. കൂർത്ത മൂർച്ചയേറിയ പല്ലുകൾ ഉപയോഗിച്ച് ഇരയെ കടിച്ചു കീറുന്നു. മാംസാഹാരികളായ പക്ഷികൾക്ക് തങ്ങളുടെ ബലമുള്ളതും കൂർത്തതുമായ ചുണ്ടുകൾ കൊണ്ട് ഇരയെ കൊത്തിയെടുത്ത് ആഹാരമാക്കാൻ കഴിയും. ബലമേറിയ കാലുകളും കൂർത്തുവളഞ്ഞ നഖങ്ങളും ഇരയെ ആഹാര സമ്പാദനത്തിന് സഹായിക്കുന്നു. സസ്യഭാഗങ്ങൾ ചവച്ചരയ്ക്കുന്നതിന് അനുയോജ്യമായ ഘടനയാണ് സസ്യാഹാരികളായ ജീവികളുടെ പല്ലുകളുടേത്. മനസ്സിലായില്ലേ? ഓരോ ജീവികൾക്കും അവരുടെ ആഹാര സമ്പാദനത്തിന് വേണ്ടിയിട്ട് അതിന് അനുയോജ്യമായ ശരീരഘടനയാണ് നൽകിയിട്ടുള്ളത്. പല രൂപം ഒരു ജീവിതം. മിത്ര മുറ്റത്ത് കളിക്കുകയായിരുന്നു. ചെടിയിൽ കുറേ ഇളം മഞ്ഞ മുത്തുകൾ. മിത്ര അമ്മയെ വിളിച്ചു. അമ്മ ഇലകൾ നോക്കി. ഇത് ചിത്രശലഭത്തിൻ്റെ മുട്ടയാ മോളെ. മുട്ടയിൽ നിന്ന് പൂമ്പാറ്റ വിരിഞ്ഞിറങ്ങുന്നതിനായി അവൾ കാത്തിരുന്നു. പക്ഷേ അവൾ കണ്ടത് പുഴുക്കളെയാണ്. ഈ മുട്ടകൾ പൂമ്പാറ്റയുടേതല്ലമ്മേ. മോളെ, ഈ പുഴുക്കളാണ് പൂമ്പാറ്റകളായി മാറുന്നത്. ഇവ ലാർവ എന്നാണ് പറയുന്നത്. മിത്രയ്ക്ക് കൗതുകമായി. തുടർന്നുള്ള ദിവസങ്ങളിൽ പുഴുവിനുണ്ടായ മാറ്റങ്ങൾ അവൾ ക്യാമറയിൽ പകർത്തി. ചിത്രം നിരീക്ഷിക്കൂ. ഓരോ ഘട്ടത്തിൻ്റെയും പേരുകൾ അന്വേഷിച്ചറിഞ്ഞ് കണ്ടെത്തിയെഴുതൂ. പ്രത്യേകതകൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. അപ്പോൾ ഇവിടെ എന്താണ്, ആദ്യം മുട്ടയാണല്ലേ. മുട്ട പിന്നെ ലാർവയായിട്ട് മാറും. ലാർവ പ്യൂപ്പയായിട്ട് മാറും. പ്യൂപ്പയാണ് പിന്നെന്ത്, പൂമ്പാറ്റയായിട്ട് മാറുന്നത്. കറിവേപ്പിൻ്റെയും മറ്റും ഇലകളുടെ അടിയിൽ നിരീക്ഷിച്ചാൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ശലഭമുട്ടകൾ കണ്ടെത്താൻ കഴിയും. ഈ ശലഭമുട്ടകൾ കറിവേപ്പിൻ്റെ ഇല, നിങ്ങളുടെ കറിവേപ്പിൻ്റെ മരമൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇനി ഇവിടെ ഒരു പൂമ്പാറ്റയെ കൊടുത്തിട്ടുണ്ടല്ലേ. നിറമില്ലാത്ത പൂമ്പാറ്റയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുത്ത് പൂമ്പാറ്റയെ ഭംഗിയാക്കാം അല്ലേ. പൂമ്പാറ്റയ്ക്ക് നിറം നൽകാം അല്ലേ. ഇനി അടുത്ത് നോക്കൂ, 2 പൂമ്പാറ്റകളുടെ ചിത്രം ഉണ്ടല്ലേ. ഈ പൂമ്പാറ്റകളെ നോക്കൂ. 2 ചിറകുകളിലെയും നിറവിന്യാസം ഒരുപോലെയല്ലേ. നിങ്ങൾ നിറം നൽകിയ പൂമ്പാറ്റയ്ക്കോ? എല്ലാ പൂമ്പാറ്റകളുടെയും ചിറകുകളും ഒരുപോലെയാണോ? നിങ്ങളുടെ പരിസരത്തുള്ള പൂമ്പാറ്റകളെ നിരീക്ഷിച്ച് കണ്ടെത്തലുകൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. ഇനി നോക്കൂ, സ്കൂളിലെ പൂന്തോട്ടത്തിലാണല്ലേ. എന്താ പറയുന്നത്, പൂമ്പാറ്റകളെ തിരിച്ചറിയുന്നതിനായി ഓരോ ഇനത്തിനും പേരുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? വിലാസിനി, മഞ്ഞപ്പാപ്പാത്തി. അപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ്, ഈ പൂമ്പാറ്റകൾക്കും പേരോ? അപ്പം നമ്മുടെ ചുറ്റുപാടും മുറ്റത്തും പറമ്പിലും പൂന്തോട്ടത്തിലൊക്കെ ആയിട്ട് നമ്മൾ വ്യത്യസ്ത തരം പല നിറത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള പൂമ്പാറ്റകളെ കാണാറുണ്ട് അല്ലേ. ഇവയ്ക്കൊക്കെ എന്താണ്, ഓരോ പേരുകളുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1-2 പൂമ്പാറ്റകളുടെ പേര് നോക്കിയാലോ. കേരളത്തിൽ കാണപ്പെടുന്നവയിൽ ഏറ്റവും വലിയ ചിത്രശലഭം ഗരുഡശലഭവും ചെറുത് രത്നനീലിയുമാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ഏതാണ്? ബുദ്ധമയൂരി. ഏറ്റവും ചെറിയ ശലഭം ഏതാണ്? രത്നനീലി. ഏറ്റവും വലിയ ചിത്രശലഭമാണ് ഗരുഡശലഭം. ഇനി നോക്കൂ, നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചില പൂമ്പാറ്റകളുടെ ചിത്രങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ഏതൊക്കെയാണ്? തീച്ചിറകൻ, നാട്ടുകോമാളി, നീലക്കടുവ, ചക്കരശലഭം, പുള്ളിക്കറുമ്പൻ, നാരകക്കാളി. ഇനി എന്താണ്, നിങ്ങളുടെ പ്രദേശത്തുള്ള പൂമ്പാറ്റകളെ നിരീക്ഷിച്ച് പേരുകൾ കണ്ടെത്തിയെഴുതൂ. ഒരുപാട് പൂമ്പാറ്റകളുണ്ട് അല്ലേ. പരയൻ കടുവ, നാട്ടുമയൂരി, നാട്ടുറോസ്, തകരമുത്തി, വിറവാലൻ തുടങ്ങിയവയൊക്കെ എന്താണ്, ഓരോ നമ്മുടെ നാട്ടിലുള്ള പൂമ്പാറ്റകളാണല്ലേ. പൂമ്പാറ്റകൾ 2 തരത്തിൽ സസ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, മുട്ടയിടാനും ആഹാരത്തിനും. നാരകക്കാളി ശലഭം സാധാരണയായി മുട്ടയിടുന്നത് നാരകം, പാണൽ എന്നീ സസ്യങ്ങളിലാണ്. ഇവയുടെ പുഴുക്കൾ ഭക്ഷണമാക്കുന്നത് ഈ ചെടിയിലെ ഇലകളാണ്. ഇവ പൂമ്പാറ്റയായി കഴിഞ്ഞാൽ തേൻ കുടിക്കുന്നത് ചെമ്പരത്തി, മന്ദാരം, മുസാന്ത തുടങ്ങിയവയുടെ പൂക്കളിൽ നിന്നാണ്.
അപ്പോൾ നാരകക്കാളിയിലെ അവിടെ എവിടെയാണ് മുട്ടയിടുന്നത്? നാരകം, പാണൽ എന്നുള്ള സസ്യങ്ങളിലാണ്. പിന്നെയോ അവ തേൻ കുടിക്കുന്നത് എവിടെ നിന്നാണ്? ചെമ്പരത്തി, മന്ദാരം, മുസാന്ത തുടങ്ങിയ ചെടികളിൽ നിന്നാണ്. വിദ്യാലയത്തിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ കൃഷ്ണകിരീടം, കിലുക്കി, കറിവേപ്പ്, നാരകം, അരളി തുടങ്ങിയ ശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾ നട്ടുപിടിപ്പിക്കൂ. ഏതെല്ലാം ശലഭങ്ങളാണ് ഉദ്യാനത്തിലെത്തുന്നതെന്ന് നിരീക്ഷിക്കൂ. ഇവിടെ എന്താ പറയുന്നത്? ഇത് ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ എന്തൊക്കെ ചെടികളാണ് നട്ടുപിടിപ്പിക്കാൻ പറയുന്നത്? കൃഷ്ണകിരീടം, കിലുക്കി, കറിവേപ്പ്, നാരകം, അരളി തുടങ്ങിയവയല്ലേ. അവ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ശലഭങ്ങളാണ് നിങ്ങളുടെ ഉദ്യാനത്തിലെത്തുന്നത് എന്ന് നിരീക്ഷിച്ച് എഴുതാനാണ് പറയുന്നത്. ഓക്കെ. എത്രമാത്രം വൈവിധ്യമാർന്ന ജീവികളാണ് നമുക്ക് ചുറ്റുമുള്ളത്? അവ എവിടെയെല്ലാം വസിക്കുന്നു? നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവികൾ ജീവിക്കുന്നത് എവിടെയൊക്കെയാണ്? കാട്, കുളം, പുഴ, അതുപോലെ എന്താണ് വയൽ, പിന്നെയോ കാവ്, മരങ്ങൾ, പൂന്തോട്ടം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ ജീവികളൊക്കെ ജീവിക്കുന്നത്. ഇവയില്ലാതായാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? എന്താണ് ഈ സ്ഥലങ്ങളിലെ ഈ വസിക്കുന്ന സ്ഥലങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? ജീവികൾക്ക് അവരുടെ വാസസ്ഥലം നഷ്ടമാകും. പിന്നെ ജീവികൾ വംശനാശം സംഭവിക്കില്ലേ? അവരുടെ എണ്ണം കുറയും. ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണല്ലോ. ജീവികൾ വസിക്കുന്ന ഈ ചുറ്റുപാടുകളെ സംരക്ഷിക്കുന്നതിനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനാകും? എന്തൊക്കെയാ തന്നിട്ടുള്ളത്? മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാം. പിന്നെ എന്താണ്? കുളം, തോട്, പുഴ തോട്, കുളം തുടങ്ങിയവയൊക്കെ എന്താണ് സംരക്ഷിക്കുക. പിന്നെ കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുക. പൂക്കളിലൊക്കെ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. പിന്നെയോ ജലാശയങ്ങൾ മലിനമാക്കാതെ സംരക്ഷിക്കുക. പിന്നെ ജീവികളുടെ വാസസ്ഥലങ്ങൾ നശിപ്പിക്കാതിരിക്കുക. എല്ലാം നമ്മൾ നമ്മുടെ ചുറ്റും വസിക്കുന്ന ജീവികളെ സംരക്ഷിക്കുന്നതിനായി നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണല്ലേ. ഇനി അടുത്ത എന്താണ്? വിലയിരുത്താം. ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? തൻ്റെ വീട്ടിലെ വളർത്തു ജീവിയായ പൂച്ചയുടെയും ആടിൻ്റെയും ആഹാര രീതികളും ശാരീരിക സവിശേഷതകളും നിരീക്ഷിച്ച് പട്ടികയിൽ രേഖപ്പെടുത്തുകയാണ് മീനു. കൂടുതൽ വിവരങ്ങൾ പട്ടികയിൽ ചേർക്കൂ. പൂച്ച മാംസാഹാരം കഴിക്കുന്നു. കാലിൽ കൂർത്ത നഖങ്ങളുണ്ട്. ആടാണെങ്കിലോ സസ്യാഹാരം കഴിക്കുന്നു. കാലിൽ കൂർത്ത നഖങ്ങളില്ല. നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാം? പൂച്ചയിലെ മൂർച്ചയേറിയ പല്ലുകളിലെ. അങ്ങനെയാവുമ്പോൾ ആടിലോ സസ്യഭാഗങ്ങൾ ചവച്ചരയ്ക്കുന്നതിനുള്ള പല്ലുകളാണല്ലേ. ഇനി പൂച്ച വേഗത്തിൽ ഓടാനുള്ള കഴിവുണ്ട്. ആടിനോ വേഗത്തിൽ ഓടാനുള്ള കഴിവില്ല. പൂച്ചയ്ക്ക് എന്താണ്? ഇരയെ കീഴ്പ്പെടുത്താനുള്ള കഴിവുണ്ട്. ആടിനെന്താണ്? ഇരയെ കീഴ്പ്പെടുത്താനുള്ള കഴിവില്ല. രണ്ടാമത്തെ പ്രവർത്തനം എന്താ നോക്കൂ. തന്നിരിക്കുന്ന ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കടൽ ജീവികളെ കണ്ടെത്തി എഴുതൂ. ഏതൊക്കെയാണ്? നക്ഷത്ര മത്സ്യമുണ്ട്, നീരാളിയുണ്ട്, ആമയുണ്ട്, ചെമ്മീൻ, കടൽ കുതിര, ഡോൾഫിന്, പിന്നെന്താണ്? സ്രാവ് തുടങ്ങിയവയൊക്കെ ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കൂ. എല്ലാവരും ഈ പറഞ്ഞതൊക്കെ എല്ലാവർക്കും കണ്ടെത്താൻ കഴിയുന്നുണ്ടോ നോക്കൂ. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. ആഹാര രീതിയുടെ സവിശേഷതകൾ അനുസരിച്ച് താറാവ് ഏത് വിഭാഗത്തിൽ പെടുന്നു? താറാവും പരുന്തിനെ പോലെ ഇരപിടിയനായിരുന്നുവെങ്കിൽ അതിന് എന്തെല്ലാം ശാരീരിക സവിശേഷതകളായിരിക്കും ഉണ്ടാവുക? വരച്ചു ചേർക്കൂ. ആഹാര രീതിയുടെ സവിശേഷതകൾ അനുസരിച്ച് താറാവ് ഒരു മിശ്രാഹാരിയാണല്ലേ. അതിന് പരന്ന ചുണ്ടുകളും കാലുകളൊക്കെയാണല്ലേ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ പരുന്തിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ താറാവിന് എന്താണ്? കൂർത്ത ചുണ്ട് വേണം. അതുപോലെ നല്ല വലിയ ചിറകുകൾ വേണം. കാലിൽ കൂർത്ത നഖങ്ങളൊക്കെ വേണം അല്ലേ. അത് നമ്മൾ വരച്ചു ചേർക്കുകയാണ് ചെയ്യേണ്ടത് ഈ താറാവിൻ്റെ ചിത്രത്തിൽ. ഇനി തുടർ പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം. നമുക്ക് ചുറ്റുമുള്ള ചിത്രശലഭങ്ങൾ ഒരേ വലിപ്പത്തിലും നിറത്തിലുമുള്ളവയാണോ? നിങ്ങളുടെ പരിസരത്തുള്ള ശലഭങ്ങളെ നിരീക്ഷിച്ച് സാമ്യങ്ങളും വ്യത്യാസങ്ങളും കണ്ടെത്തൂ. ചിത്രങ്ങൾ ശേഖരിച്ച് ശലഭ ആൽബം നിർമ്മിക്കൂ. എന്താണ്? സാമ്യങ്ങളും വ്യത്യാസങ്ങളും കണ്ടെത്തുകയും വേണം. എന്താണ്? നിങ്ങൾക്ക് ചിത്രശലഭ ആൽബം നിർമ്മിക്കാനാണല്ലേ. അപ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം എന്താ നോക്കാം. നിങ്ങളുടെ വിദ്യാലയത്തിന് സമീപമുള്ള
കുളം, വയൽ, കാട്, പുൽമേട് എന്നിവയിൽ ഏതെങ്കിലും ഒരു സ്ഥലം സന്ദർശിച്ച് അവിടെയുള്ള വൈവിധ്യമാർന്ന ജീവികളെ കണ്ടെത്തൂ. അവിടെ പ്രത്യേകമായി കാണുന്ന എന്തെങ്കിലും 2 ജീവികളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക. ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളുടെ വിദ്യാലയത്തിനടുത്തുള്ള കുളം, വയൽ, കാട്, പുൽമേട് തുടങ്ങിയ ഏതെങ്കിലും സ്ഥലത്ത് സന്ദർശിച്ചിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യമാണ്. അപ്പോൾ അതെല്ലാവരും ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പരിസര പഠനത്തിലെ 2ാമത്തെ അധ്യായമായിട്ടുള്ള ജന്തുലോകത്തിലേക്ക് എന്ന ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമ്മുടെ ചുറ്റുപാടിലും കണ്ട് മനസ്സിലാക്കി പഠിക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു അധ്യായമായിരുന്നു അല്ലേ ഇത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ.